ഭീകരമായതെന്തോ കടലിനടിയിൽ ഒരുങ്ങുന്നുണ്ട്. ഒരുപക്ഷെ പുറത്തേക്ക് വരാൻ അത് കോപ്പ് കൂട്ടുകയാകാം. പ്രകൃതി അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാമിലെ പ്രധാന ചർച്ച ഇതാണ്. ഇതിന് കാരണമാകട്ടെ പെട്ടെന്നൊരു നാൾ കടലിന്റെ വെടിയിൽ പ്രത്യക്ഷപ്പെട്ട ചില അപൂർവ ഇനം കടൽ ജീവികളും. പെട്ടെന്നൊരു ദിവസം പൊടുന്നനെ ഇവ തീരം കണ്ടതിന്റെ കാരണം തിരയുകയാണ് സോഷ്യൽ മീഡിയ. ആംഗ്ലർ ഫിഷ് എന്ന അപൂർവ ഇനം കടൽ മത്സ്യമാണ് ഈ ഊഹാപോഹങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടിയോളം താഴ്ചയിൽ കടലിന്റെ ഇരുണ്ട അടിത്തട്ടിലാണ് ആംഗ്ലർ ഫിഷുകൾ കാണപ്പെടുക. തങ്ങളുടെ ജീവിത കാലയളവിൽ ഒരിക്കലും ഈ മത്സ്യങ്ങൾ സൂര്യപ്രകാശം കാണില്ല. ഒരു കൈപ്പിടിയോളം മാത്രം വലിപ്പമുള്ള ഇവയ്ക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുമുണ്ട്. കടലിന്റെ ഏറെ അടുത്തട്ടിൽ ജീവിക്കുന്ന ജീവികളുടെ പ്രത്യേകതയാണിത്. ഇത്തരമൊരു ആംഗ്ലർ ഫിഷ് സെറനീഫ് തീരത്താണ് കഴിഞ്ഞ ദിവസം വന്നടിഞ്ഞത്. ബ്ലാക്ക് സീ ഡെവിൽ എന്നറിയപ്പെടുന്ന ഭീകര രൂപമുള്ള ഈ മത്സ്യത്തിന്റെ ജഡം മാത്രമേ അപൂർവമായിട്ടെങ്കിലും സമുദ്രനിരപ്പിൽ നിന്നോ തീരപ്രദേശത്ത് നിന്നോ ലഭിച്ചിട്ടുള്ളൂ. അതിനർത്ഥം കടലിന് മുകൾത്തട്ടിലെത്തിയാൽ ഇവയ്ക്ക് ജീവിക്കാനാവില്ല എന്ന്. എന്നാൽ ബ്ലാക്ക് സീ ഡെവിൽ കടലിനടിയിൽ നിന്ന് നീന്തിയാണ് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗം വരെ എത്തിയത്. സമുദ്രനിരപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ ചാവുകയും ചെയ്തു. ഡൂംസ്ഡേ ഫിഷ് എന്ന അപൂർവ ഇനം മത്സ്യമായിരുന്നു പിന്നീടെത്തിയ ജീവി. സ്പെയിനിലെ തന്നെ ലാൻസ്ലോട്ടിലുള്ള പ്ലായ കുമാഡ ബീച്ചിലും ബാജ കാലിഫോർണിയ തീരത്തുമാണ് ഈ മത്സ്യം വന്നടിഞ്ഞത്. സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്തേക്ക് ഇവ വരുന്നത് ഒരു അശുഭ സൂചനയായി കണക്കാക്കപ്പെടാറുണ്ട്. ജപ്പാനിൽ ഒരു അന്ധവിശ്വാസവും ഇതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. ജപ്പാനിലെ നാടോടി കഥകളിലും മിത്തുകളിലും കടൽ ദൈവത്തിന്റെ കൊട്ടാരത്തിലെ ദൂതനാണ് ഡൂംസ്ഡേ മത്സ്യങ്ങൾ. പ്രകൃതി ദുരന്തങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനാണ് ഇവ കരയിലേക്ക് എത്തുന്നത്. 2011 ജപ്പാനിലെ ഫ്യൂകുഷിമയിൽ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപ് ഡൂംസ്ഡേ മത്സ്യങ്ങൾ കൂട്ടത്തോടെ കരയ്ക്കടിഞ്ഞിരുന്നു. ഇതോടെ ഈ മിത്തിന്റെ വിശ്വാസ്യതയും വർദ്ധിച്ചു. ഡൂംസ്ഡേക്ക് പിന്നാലെ മറ്റൊരു ഓർഫിഷും കരയ്ക്കടിഞ്ഞത് വലിയ പരിഭ്രാന്തി തന്നെ ഉയർത്തി. ഓസ്ട്രേലിയൻ തീരത്ത് കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ ഡോൾഫിനുകളാണ് ആശങ്ക വർദ്ധിപ്പിച്ച മറ്റൊരു സംഭവം. ഏകദേശം 150ഓളം ഡോൾഫിനുകളാണ് പല ദിവസങ്ങളിലായി ഇവിടെ അടിഞ്ഞത്. ജീവനോടെ കരയിലെത്തിയ പലതിനെയും രക്ഷിക്കാൻ ശ്രമം നടന്നെങ്കിലും ചത്തു. കടൽ തീരത്ത് വലിയൊരു ഏരിയ നിറയെ ഡോൾഫിനുകൾ ചത്തുകിടക്കുന്ന കാഴ്ച ശാസ്ത്രജ്ഞരെ ഇരുത്തി ചിന്തിപ്പിക്കുക തന്നെ ചെയ്തു. ഒന്നിനു പുറകെ ഒന്നായി ജീവികൾ ഇങ്ങനെ കടലിൽ നിന്നും എത്തിയതോടെ സമൂഹ മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിച്ചു. പൊടിപ്പും തൊങ്ങലും കുറച്ച് എമ്പതിയും ഒക്കെ ചേർന്ന് കഥകൾ ഇറങ്ങി. കടലിനടിയിൽ എന്തോ വലുത് സംഭവിക്കുന്നുണ്ടെന്നും അവിടെ അപകടകരമായ സാഹചര്യമാണെന്നും വാദങ്ങൾ ഉയർന്നു. ആംഗ്ലർ ഫിഷിന്റെ കാര്യത്തിൽ ഇമോഷണൽ ആയ ഒരു കഥ തന്നെ ആളുകൾ മെനഞ്ഞുണ്ടാക്കിയിരുന്നു. സൂര്യനെ കാണണമെന്ന ആ കുഞ്ഞു മത്സ്യത്തിന്റെ ആഗ്രഹം സാധിച്ചു എന്ന തരത്തിലായിരുന്നു അത്. പക്ഷേ അനാവശ്യമായ ഊഹാപോഹങ്ങളെല്ലാം തള്ളുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് ശാസ്ത്രജ്ഞർ. മുൻപത്തെ പോലെ അത്ര സുഖകരമല്ല കടലിനടിയിലെ കാര്യങ്ങൾ. അമാനുഷികമായി ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിലും കാലാവസ്ഥയിലുണ്ടായ വലിയ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങൾ തുടങ്ങിയെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ആഗോളതാപനമാണ് ഒരു വലിയ പ്രശ്നം. ഭൂമിയിൽ ആഗോളതാപനം മൂലമുണ്ടാകുന്ന ചൂടിന്റെ 90% വലിച്ചെടുക്കുന്നത് കടലാണ്. ഇത് കടലിന്റെ അടിത്തട്ടിലെ കറന്റിൽ വ്യത്യാസമുണ്ടാക്കും. അവിടെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. തൽഫലമായി ഓക്സിജനും ഭക്ഷണവും തേടി കടൽ ജീവികൾ കരയിലേക്ക് എത്തും. കടലിനടിയിലെ ഓഷ്യാനിക് പ്ലേറ്റുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ജീവികളെ അവിടെ നിന്ന് അകറ്റുന്നതിന് ഒരു കാരണമാണ്. ഈ പ്ലേറ്റുകൾ അകലുമ്പോഴോ മറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴോ കുമിളകളും ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജുകളും ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെ വിഷമയമായ വാതകങ്ങളുമൊക്കെ പുറപ്പെടുവിക്കപ്പെടും. ഇത് കടലിനേറെ അടുത്തട്ടിൽ ജീവിക്കുന്ന ജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറന്തള്ളിയേക്കാം. എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങളും കടൽ ജീവികൾ കരകയറുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ്. ഈ പ്രതിഭാസങ്ങൾ കടലിന്റെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സം നിന്നേക്കാം എന്നതിനാൽ കടൽ ജീവികൾ വാസയോഗ്യമായ മറ്റ് സ്ഥലങ്ങൾ തേടി എത്തിയേക്കാമെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ കടൽ ജീവികൾ കരയിലേക്ക് വരുന്നത് സ്വാഭാവികമാണെന്നും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇപ്പോഴേ പുറം ലോകത്തെത്തിയുള്ളൂ എന്നും വാദിക്കുന്ന ശാസ്ത്രജ്ഞരുമുണ്ട്. എന്തായാലും കടലിനടിയിൽ എന്തോ പുകഞ്ഞുകൂടുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇഷ്ടം. ഉൾക്കടലിലുള്ള ജീവികൾ വെറുതെ കടൽ നിരപ്പിലേക്ക് വരില്ലെന്നും അതൊരു ശുഭസൂചനയല്ലെന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് ഭൂരിഭാഗം പേരും. കടൽ ജീവികൾ ഒരു കാരണവുമില്ലാതെ കരകയറേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നിരിക്കെ പ്രകൃതി എന്ത് മുന്നറിയിപ്പാവും നൽകുക എന്നതിനെ ചൊല്ലി വാദപ്രതിവാദങ്ങളും തകൃതിയാണ് സമൂഹ മാധ്യമങ്ങളിൽ.